ഹലോ നമസ്കാരം എല്ലാവർക്കും വാൻകൂവറിൽ നിന്നുള്ള പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരാഴ്ചത്തെ നമ്മുടെ വിഷു ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നമ്മളൊന്ന് പുറത്ത് ചെറിയൊരു വാക്കിന് പോയി. പിന്നെ ഈ ആഴ്ചത്തെ വെതറും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സമ്മർ സ്റ്റാർട്ടായി ഓൾമോസ്റ്റ് 22 ഡിഗ്രി വരെയൊക്കെ ഇപ്പോൾ ടെമ്പറേച്ചർ പോകുന്നുണ്ട്. സാധാരണ ഇങ്ങനെ ബാറ്ററൊന്നും അത്രയും പൊന്തി വരാറൊന്നുമില്ല. ഇപ്പോൾ ഈ ചൂട് കാരണം നന്നായിട്ട് ഫെർമെൻ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാണ്. ഇപ്പം ഞാൻ മോനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ആദ്യം ആക്കുന്നത്. ഇതിപ്പോൾ ഒരു എഗ് മഫിൻ ആക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, വെജിറ്റബിൾസ് ഒന്നും അധികം കഴിക്കുന്നില്ലെങ്കിൽ സ്പിനാച്ച് ഓംലെറ്റ് പോലെയൊക്കെ ആക്കി കൊടുക്കാം. ഓംലെറ്റിൽ കുറച്ച് ചീരയൊക്കെ മുറിച്ചിടാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ മഫിൻ പോലെ ആക്കി കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നല്ല വെതറും കാര്യങ്ങളാണ്. ചെറിയ തോതിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആൾക്കാർ ഒഫീഷ്യൽ ലോക്ക്ഡൗൺ ഒന്നും ഇല്ലാത്ത കാരണം ആൾക്കാർ ഇപ്പോൾ വാക്കിനൊക്കെ പോകുന്നത് കാണാം. ഇങ്ങനെ കപ്പിൾസായിട്ടോ അല്ലെങ്കിൽ സ്ട്രോളർ എടുത്തുകൊണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ ഇങ്ങനെ വാക്കിന് പോകുന്നത് കാണാം. അപ്പം നമ്മളിവിടെ അടുത്തൊരു ചെറിയൊരു പാർക്കുണ്ട്, എന്താ പറയുക 2 മിനിറ്റ്സ് വാക്കിൽ. അപ്പോൾ അവിടെ വരെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഒന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ വേണ്ടുന്ന പ്രിക്കോഷൻസൊക്കെ എടുത്തു. എസ്പെഷ്യലി മോൻ്റെ കൈയൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അവരാണല്ലോ ഏറ്റവും കൂടുതൽ അവിടെ ഇവിടെയൊക്കെ പോയി തൊടാനൊക്കെ ചാൻസ്. അപ്പോൾ നന്നായിട്ട് അവനെ കവറൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ യൂഷ്വലി ഇവിടെ സെപ്റ്റംബർ ടു മാർച്ചാണ് ഭയങ്കര തണുപ്പും മഴയൊക്കെ. ഇപ്പോൾ മാർച്ച് ടു ഓഗസ്റ്റ്, ഒരു ഏപ്രിൽ ടു ഓഗസ്റ്റ് നല്ലൊരു വെതറും കാര്യമാണ്. 2 എക്സ്ട്രീംസാണ്. നല്ല വെയിലും നല്ല വെതറാകുമ്പോൾ നല്ല രസമാണ് പുറത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, നല്ലൊരു വെയിലും ചൂടൊക്കെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ തിക്ക് ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് അടുത്ത് വരെ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോഴും ഇങ്ങനെ ആൾക്കാർ എതിർ ഡയറക്ഷനിൽ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവർ മാറി റോഡിലൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു, ആ ഒരു ഡിസ്റ്റൻസിങ് ഒക്കെ ഫോളോ ചെയ്യാനായിട്ട്. അപ്പോൾ സ്കൈ ഒക്കെ ഇങ്ങനെ ഇത്രയും ബ്ലൂ ആയിട്ട് കണ്ടിട്ട് തന്നെ കുറേ കാലങ്ങളായി. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എല്ലാ വെതറിലും നല്ലൊരു ബ്യൂട്ടിയാണ്. ഇപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ നല്ല ഡിഫറെൻറ്റ് പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്നതൊക്കെ കാണാൻ നല്ല രസം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർക്കിൽ പോയതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം ആ ഒരു ചെറി ബ്ലോസം കാണാനായിട്ടാണ്. അപ്പോൾ പാർക്കിൽ ചെറി ബ്ലോസം ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നില്ല. നെറ്റിൽ നോക്കിയപ്പോഴാണ് കണ്ട് തൊട്ടടുത്ത് തന്നെ ചെറി ബ്ലോസം ഉണ്ടെന്ന്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഡിഫറെൻറ്റ് സ്ഥലത്ത് പല സ്ട്രീറ്റ്സിലും സ്റ്റാൻലി പാർക്ക് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാർക്കാണ്. അവിടെയാണ് കൂടുതലായിട്ടും ചെറി ബ്ലോസം ഒക്കെ ഉണ്ടാവുക. അതുപോലെ വാൻകൂവർ, കാനഡയിൽ നോക്കുകയാണെങ്കിൽ വാൻകൂവറിലാണ് ചെറി ബ്ലോസം കൂടുതലായിട്ട് കാണുന്നത്. ഇവിടെ വാൻകൂവർ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കൊല്ലം അതൊക്കെ മാറ്റി വെച്ചു. അവരവരുടെ വെബ്സൈറ്റിലൊരു വെർച്വൽ ടൂർ പോലെയൊക്കെയാണ് തരുന്നത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ലേറ്റ് ആയെന്ന് തോന്നുന്നു. ഏപ്രിൽ എൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് പൊഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മൾ പോയപ്പോഴും ചെറുങ്ങനെ പൊഴിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞ പോലെ ഒരു 17-18 ഡിഗ്രി ആയിരുന്നു ഈ ഒരു മൊത്തം വീക്ക് നോക്കുകയാണെങ്കിൽ. മാക്സിമം ഒരു 21-22 ഡിഗ്രി ഒക്കെ വരെ പോയിട്ടുണ്ട്. മാക്സിമം ഇവിടുത്തെ സമ്മറിൽ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഒരു 27-28 ഡിഗ്രി വരെയൊക്കെ ചില ദിവസങ്ങളിൽ പോകും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു നല്ല ചൂടെന്ന് പറയാനത്. നല്ലൊരു വെതറാണ്. അപ്പോൾ ഈ പാർക്കിലും ഇപ്പോൾ ആൾക്കാർ ഇതേ ഫോട്ടോഗ്രാഫി പോലെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സൈഡിൽ ആൾക്കാർ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ദൂരം ആ ഒരു ഡിസ്റ്റൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയായിരുന്നു ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കതൊരു ചെറിയൊരു ചേഞ്ച് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരു 5-10 മിനിറ്റ് നമ്മളൊന്ന് പുറത്ത് ഒരു റൗണ്ട് അടിച്ചിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഭയങ്കര ഒരു ഡെസ്പറേറ്റ് ആണ് പുറത്ത്, ആ ഒരു സമ്മറിന് വേണ്ടി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്.
പക്ഷേ ഇവിടെ ഒഫീഷ്യലി എന്താ പറയുക, പല ബിസിനസ്സസും ക്ലോസ്ഡ് തന്നെയാണ്. പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ആഴ്ചകൾ എടുക്കും എന്നാണ് തിരിച്ച് ഒരു നോർമലിലേക്ക്. ഇപ്പോൾ കൺസിഡറേ ചെയ്യാൻ പറ്റില്ല, എല്ലാം റീഓപ്പൺ ചെയ്യാനായിട്ട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അച്ചപ്പാണ് കേട്ടോ. ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ വാങ്ങിച്ചാണ്. മോന് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ഉച്ചയാകുമ്പോൾ മോൻ ഉറങ്ങും. അതിനുശേഷമാണ് ഞാൻ ചെറിയ തോതിലൊരു ഡീക്ലട്ടറിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ക്ലീനിങ്ങിന് സാധാരണ ഒരു സർഫേസ് ക്ലീനർ, അതിൽ കുറച്ച് ഡെറ്റോൾ ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ബാത്റൂമും കുറച്ച് ഡ്രോവേഴ്സും ഒക്കെ ഒന്ന് എംപ്റ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. വേണ്ടാത്ത സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കാൻ, അതുപോലെ ചെറിയ തോതിലൊരു ക്ലീനിങ്ങും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ ദിവസം ഓരോരോ ഡ്രോവറായിട്ട് ചെറുങ്ങനെ ഒന്ന് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ പഴയ കുറച്ച് സാധനങ്ങൾ, ഇപ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കളഞ്ഞു കുറച്ച്. അതുപോലെ കിച്ചണിലെ ഡ്രോവറും ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വയ്ക്കാമെന്ന്. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ പല ഇന്ത്യൻ സ്റ്റോറിൽ പല റേറ്റ്സാണ്. അപ്പോൾ ശരിക്കും അത് നോക്കി വാങ്ങിക്കണം. ഇപ്പോൾ കാഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഏലക്ക, കാർഡമം, അതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് ഇവിടെ. അപ്പോൾ ഞാനങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടെയ്നേഴ്സിലൊന്നും ഇട്ട് വെക്കാറില്ല. ഡയറക്റ്റ് പാക്കറ്റ് തന്നെ അങ്ങനെ സീൽ ചെയ്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആക്കാനുള്ള, ഉപ്മാവാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച്, അതുപോലെ പൾസസൊക്കെ ഒരുമിച്ച്. അപ്പോൾ ഒരുപാട് അറിയാതെ എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് പല സാധനങ്ങളും ഓൾറെഡി ഉണ്ട് എക്സ്ട്രാ കുറച്ച്. അപ്പോൾ അത് എല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ വിഷു കണി ഒരുക്കുന്നതിൻ്റെ ഒരു തിരക്കാണ്. നമ്മൾ ഈ ഒരു കൊറോണേൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് വിഷുവിനെക്കുറിച്ച് ഓർത്തതേയില്ല. പക്ഷേ ലക്കിലി ഒരു 2-3 ദിവസം മുമ്പായിരുന്നു, ഇതിന് 2-3 ദിവസം മുമ്പായിരുന്നു ഷോപ്പിങ്ങൊക്കെ ചെയ്തത്. അതുകൊണ്ട് അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കണി വയ്ക്കാനായിട്ട്. പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കണിയാണ് ആക്കിയത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് എന്താ പറയുക, ഉള്ള സാധനങ്ങൾ വെച്ച് ഒരു തരക്കേടില്ലാത്തൊരു കണി ഒരുക്കാൻ പറ്റി. പിന്നെ ഈ ആഴ്ച എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കസിൻസും കുറച്ച് അമ്മാവന്മാരെല്ലാവരും കൂടി ഒരു അന്താക്ഷരി പോലെ ഒന്ന് ഓർഗനൈസ് ചെയ്തിരുന്നു ഒരു രാത്രിയിൽ. നമ്മൾ സൂം ആപ്പാണ് യൂസ് ചെയ്തത്. ഡിഫറെൻറ്റ് സിറ്റീസിലെ ആൾക്കാരൊക്കെ ആയിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് വീഡിയോ കോൾ ചെയ്തത്. അപ്പോൾ അതും ലോക്ക്ഡൗൺ കാരണമാണ്. സാധാരണ 1 to 1 ഇങ്ങനെ ഒരു കോളാണ് ചെയ്യാറ്. പക്ഷേ ഇതൊരു നല്ലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസിന് നന്നായിട്ട് പോയി ആക്ച്വലി. എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർന്ന് ഒരു ചെറിയൊരു ഗെയിം പോലെയൊക്കെ കളിക്കാനൊരു ടൈം പാസ് പോലെ ആയല്ലോ. പിന്നെ എല്ലാവരെയും ഒന്ന് കാണാനും പറ്റി. ഞാറ്റുവേല കിളിയേ നീ പാട്ടു പാടി വരുമോ?
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ആഴ്ചത്തെ വിശേഷങ്ങൾ. ഇതിപ്പോൾ കണ്ണൂർ കലത്തപ്പം ഒന്ന് പെട്ടെന്ന് ആക്കാനുള്ള ഒരു ഇത് വന്നു, അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്തതാണ്. ഞാൻ ട്രൈ ചെയ്ത റെസിപ്പി ഞാൻ താഴെ ഇടാം. നന്നായിട്ട് വന്നു, നല്ല സോഫ്റ്റായിട്ട് വന്നു. ആ ഒരു ഷേപ്പ് കിട്ടിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ.